നമസ്കാരം. സർപ്പക്കാവുകളുടെ പ്രാധാന്യമാണ് ഒട്ടേറെ കുടുംബങ്ങളിൽ കാലങ്ങളായി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചെയ്തു പോന്നിരുന്ന ആചാരമാണ് സർപ്പക്കാവിലെ പൂജകൾ. വർഷത്തിൽ ഒരു പൂജയുള്ള സ്ഥലങ്ങളുണ്ട്, മാസത്തിൽ ഒരു പൂജയുള്ള സ്ഥലങ്ങളുണ്ട്. സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് സന്തതി പരമ്പരകളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഉത്തമമായ സന്തതി പരമ്പരകൾ തുടർന്നും ഉണ്ടാകുന്നതിനും വേണ്ടി അനവധി കാലങ്ങൾക്ക് മുമ്പ് കാരണവന്മാർ ആരംഭിച്ച ആരാധനാ സമ്പ്രദായമാണ് നാഗ ആരാധന. നാഗയോഗ കുണ്ടലിനി സമ്പ്രദായത്തിൽ പരാശക്തിയെ ആരാധിച്ചു പോന്നിരുന്ന ഒരു അതിപ്രാചീന വിഭാഗത്തിൽ നിന്ന് പിൽക്കാലത്ത് ആവിർഭവിച്ചതാണ് നാഗ ആരാധന വിഭാഗങ്ങൾ. അതിന് അനേക നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യം ഉണ്ട്. വ്യത്യസ്തങ്ങളായ അനേകം തരത്തിലുള്ള ആരാധനകൾ നാഗക്കാവുകളിൽ കണ്ടുവന്നിരുന്നു. വളരെ പ്രാചീന കാലത്ത് ആ കുടുംബ കാരണവന്മാർ നേരിട്ട് ആരാധനകൾ അർപ്പിച്ചു പോന്നിരുന്ന ഒരു സമ്പ്രദായമാണ് നാഗക്കാവുകളിൽ ഉണ്ടായിരുന്നത്. അതിപ്രാചീന കാലത്ത് നിലനിന്നു പോന്നിരുന്ന നാഗ പൂജാ സമ്പ്രദായങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇടക്കാലഘട്ടത്തിൽ ഈ നാഗ ആരാധനകൾ തുടർന്നു കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും മക്കളെല്ലാം ജോലി കിട്ടി പല സ്ഥലങ്ങളിലാണെന്നും അവർക്ക് ഇടയ്ക്ക് വന്ന് ഈ നാഗപൂജ ചെയ്യാൻ പ്രയാസമാണെന്നും ഇനി അങ്ങോട്ട് കുടുംബത്തിൽ ശുഷ്കാന്തിയോടുകൂടി ഇതൊക്കെ നോക്കാൻ ആളില്ലെന്നും ഒക്കെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നാഗക്കാവുകളെ ആവാഹിച്ച് പല സങ്കേതങ്ങളിലും കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒരു പരിഷ്കാരം കേരളത്തിൽ ഉണ്ടായി വന്നു. എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു, അബദ്ധങ്ങളായിരുന്നു എന്ന് തുടർന്ന് കുറച്ച് വർഷങ്ങളിൽ പലർക്കും തോന്നലുണ്ടാവുകയും നാഗ ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാ ആരാധനകളിലും പ്രധാനം നാഗ ആരാധനയാണ് കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള സത്യം ഇപ്പോൾ കൂടുതലായിട്ട് ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സമർപ്പണ ബോധത്തോടുകൂടിയുള്ള സർപ്പക്കാവുകളുടെ പരിപാലനവും പൂജയും ഒക്കെ ഇന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ നാഗസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ കരുതലോടെയും അതിനെ പൂർണ്ണ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യുക. നമസ്കാരം.